Hello everyone, welcome back to Neo Home Tuition. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. I hope everyone has a great day so far, right? Okay, so മിസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മൾ ക്ലാസ്സിലോട്ട് കയറുന്നാലോ? ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വേർ വാസ് ദ വെന്യൂ ഓഫ് നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ 2024? എവിടെ വെച്ചായിരുന്നു നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ 2024 നടന്നത്? ഓക്കെ, ആൻസേഴ്സ് റെഡിയാക്കി വെച്ചോളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് നമുക്ക് ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് അറ്റോമിക് മാസുകളെ കുറിച്ചും ആറ്റത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുന്നത്, എങ്ങനെയാണ് ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആറ്റത്തിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റ് പോസിബിൾ ആണോ? അല്ല, ആറ്റത്തിന് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പകരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ടോ അല്ലെങ്കിൽ അയോണുകളായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഇനി ഈ മോളിക്യൂൾസും അയോൺസും എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അവരൊരു ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന മാറ്ററുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ മാറ്ററിനെയാണ് നമുക്ക് ഫീൽ ചെയ്യാനും കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം കൊണ്ടാണ്. എല്ലാ മാറ്ററിന്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റംസ് ആണ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഓൾറൈറ്റ്, ഇനി നോക്കിക്കേ, എന്താണ് ഒരു മോളിക്യൂൾ? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വഴി ഹെൽഡ് ചെയ്തിട്ടാണ് നമുക്ക് മോളിക്യൂൾസിനെ കിട്ടുന്നത്. ഇനി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ element or a compound that is capable of an independent existence and shows all the properties of that substance. അതാണ് ഒരു മോളിക്യൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ. ഓക്കെ, സോ മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട്, ആറ്റംസ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വഴി ഹെൽഡ് ചെയ്തിട്ടാണ് നമുക്ക് മോളിക്യൂൾസിനെ കിട്ടുന്നത്. ഇനി ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഓർ ഡിഫറെന്റ് എലമെന്റ് ക്യാൻ ജോയിൻ ടുഗദർ ടു ഫോം മോളിക്യൂൾസ്. ഒരേ ടൈപ്പിലുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പിലുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് മോളിക്യൂൾസിനെ ഫോം ചെയ്യാൻ പറ്റും. ഇനി മോളിക്യൂൾ ഓഫ് എലമെന്റ് എങ്ങനെയാണ് നോക്കിക്കേ. ചില എലമെന്റ്സ് എങ്ങനെയാണടാ? ചില എലമെന്റ്സ് സിംഗിൾ ആറ്റം ആയിട്ടാണ് നിൽക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ആർഗൺ അല്ലെങ്കിൽ ഹീലിയം. അവരിലൊക്കെ സിംഗിൾ ആറ്റം മാത്രമല്ലേ ഉള്ളൂ. സോ അവർ സിംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത്, സിംഗിൾ ആറ്റം ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവരെ നമ്മൾ മോണോ അറ്റോമിക് എന്ന് വിളിക്കും. എന്താ പറയുക? മോണോ അറ്റോമിക്. മോണോ എന്ന് പറഞ്ഞാൽ എന്താ? മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്നാണ് അർത്ഥം, വൺ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ചില ആറ്റംസ് ഉണ്ട്, ചില മോളിക്യൂൾസ് ഉണ്ട്, ലൈക്ക് ഓക്സിജൻ. ഓക്സിജൻ എങ്ങനെയാ എക്സിസ്റ്റ് ചെയ്യുക? O2 ആയിട്ടാണ്. രണ്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നൈട്രോജൻ, N2. രണ്ട് നൈട്രോജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു നൈട്രോജൻ മോളിക്യൂൾ ഫോം ചെയ്യാം. സോ ഇങ്ങനെ രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂളുകളെയാണ് നമ്മൾ ഡൈ അറ്റോമിക് മോളിക്യൂളുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഡൈ അറ്റോമിക് മോളിക്യൂൾ. സോ ഡൈ മീൻസ് എന്താണ്? ഡൈ മീൻസ് ടു എന്നാണ് അർത്ഥം. സോ ഡൈ അറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂളുകളെയാണ് നമ്മൾ ഡൈ അറ്റോമിക് മോളിക്യൂളുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ O2ന് പകരം O3 ആണ്. മൂന്ന് ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓസോൺ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഓസോൺ. ഓസോൺ നമ്മുടെ ഭൂമിയുടെ മുകളിൽ ഒരു കുട പോലെ നിൽക്കുന്നത് നമ്മൾ അറിയാലോ, അല്ലേ? സോ അതിനെയാണ് നമ്മൾ ഓസോൺ എന്ന് വിളിക്കുന്നത്. അവിടെ മൂന്ന് ഓക്സിജൻ അല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓസോൺ ഒരു ട്രൈ അറ്റോമിക് മോളിക്യൂൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ട്രൈ മീൻസ് 3 എന്നാണ്. ഓൾറൈറ്റ്, ഇനി നോക്കിക്കേണ്ട ഒരു ടേം അറ്റോമിസിറ്റി. എന്താണ് അറ്റോമിസിറ്റി? അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട് എന്നതിനെയാണ് ഒരു മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി ആയിട്ട് നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് നോക്കിക്കേ. ഇവിടെ ആർഗൺ നോക്കിക്കേ, ആർഗൺ AR സിംഗിൾ ആയിട്ടാണ് നിൽക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? അതിനെ മോണോ അറ്റോമിക് ആയിട്ട് വിളിക്കും. മോണോ മീൻസ് വൺ എന്നാണ്, സിംഗിൾ എന്നാണ്. ഹീലിയം നോക്കിക്കേ, ഹീലിയം HE സിംഗിൾ ആറ്റം ആണല്ലോ. അതുകൊണ്ട് ഹീലിയത്തെയും നമ്മൾ എന്താ വിളിക്കുക? മോണോ ആറ്റോമിക് ആയിട്ടാണ് വിളിക്കുക. ഓക്സിജൻ നോക്കിക്കേ, O2 ആണ്. O2 രണ്ട് ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടെണ്ണം ആയതുകൊണ്ട് തന്നെ എന്താ വിളിക്കുക അതിനെ?
ഡയറ്റോമിക്. വെരി ഗുഡ്. ഇനി ഹൈഡ്രജൻ ആണെങ്കിലോ അവിടെയും H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഹൈഡ്രജനും എന്താണ് ഇടാ, അതൊരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അതിൻ്റെയും അറ്റോമിസിറ്റി 2 ആണ്. നൈട്രജൻ ആണെങ്കിലോ സെയിം N2 ആയിട്ടാണ്. സോ അതും ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ക്ലോറിൻ ആണെങ്കിലോ സെയിം Cl2 ആയിട്ടാണ്. രണ്ട് ക്ലോറിൻ ആറ്റംസ് Cl2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അതും ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അടുത്ത നോക്കിക്കേ, ഫോസ്ഫറസ്. ഫോസ്ഫറസ് രണ്ടാണോ? അല്ല, 4 ഫോസ്ഫറസ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സിംഗിൾ ഫോസ്ഫറസ് മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ രണ്ടുമല്ല മൂന്നുമല്ല 4ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ടെട്രാ അറ്റോമിക് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ടെട്രാ അറ്റോമിക്. ടെട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്നാണ് അർത്ഥം. ഇനി 4ൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ പോളി അറ്റോമിക് എന്നാ വിളിക്കുക. എക്സാമ്പിൾ ഉണ്ടോ? എക്സാമ്പിൾ ഉണ്ടല്ലോ, സൾഫർ. സൾഫർ എക്സിസ്റ്റ് ചെയ്യുക എങ്ങനെയാ? ഒരു സൾഫർ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് 8 സൾഫർ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ്. എത്രണ്ണാണ്? 8 എണ്ണം. അത് 4ൽ കൂടുതലാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ പോളി അറ്റോമിക് എന്നാ വിളിക്കുക. പോളി എന്ന് പറഞ്ഞാൽ എന്താ? മെനി എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പൊ മിസ് ഒന്നുകൂടെ പറയുന്നു, എന്താണ് അറ്റോമിസിറ്റി? അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ട് എന്ന നമ്പറിനെയാണ് നമ്മൾ അറ്റോമിസിറ്റി എന്ന് വിളിക്കുക. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, CO2. CO2 എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2ൽ എത്ര ആറ്റംസ് ഉണ്ട്? ഒരു കാർബൺ ആറ്റം ഉണ്ട് മിസ്സേ. രണ്ട് ഓക്സിജൻ ആറ്റവും ഉണ്ട് അല്ലെ. ഒരു കാർബണും രണ്ട് ഓക്സിജൻ. 1+2 എത്രയാണ്? 3ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, NH3. NH3 എന്താണ്? NH3 അമോണിയ ആണ് അല്ലെ. സോ അമോണിയയിൽ എന്തൊക്കെയാണുള്ളത്? ഒരു നൈട്രജൻ ആറ്റം ഉണ്ട് പ്ലസ് 3 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. സോ 1+3 എന്താണ്? 4 ആണ്. സോ അമോണിയയുടെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 4ആണ്. ഇനി H2O, വാട്ടർ. വാട്ടറിലോ നിങ്ങൾ പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അറ്റോമിസിറ്റി എത്രയാണ്? 3ആണ്. H2SO4. എന്താണ് H2SO4? യെസ്, വെരി ഗുഡ്. H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂറിക് ആസിഡ് ആണ് അല്ലെ. ആസിഡുകളുടെ തന്നെ കിങ് എന്നറിയപ്പെടുന്ന സൾഫ്യൂറിക് ആസിഡ് ആണ് H2SO4. സോ H2SO4ൽ ആരൊക്കെയാണുള്ളത്? രണ്ട് ഹൈഡ്രജനും ഒരു സൾഫറും 4 ഓക്സിജനുമാണ് ഉള്ളത്. സോ 2 + 1 + 4 എത്രയാണ്? നമുക്ക് 7 എന്ന് കിട്ടും അല്ലേ. അപ്പോ സൾഫ്യൂറിക് ആസിഡിന്റെ അറ്റോമിസിറ്റി 7ആണ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ആരാ? HNO3. ഒട്ടും പുറകിലല്ല. HNO3 എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് തന്നെയാണ് അല്ലേ. HNO3യിൽ ആരൊക്കെയാണുള്ളത്? ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു നൈട്രജൻ ഉണ്ട്, പ്ലസ് 3 ഓക്സിജൻ ഉണ്ട്. സോ 1 + 1 + 3 എത്രയാണ്? 5ആണ്. സോ നൈട്രിക് ആസിഡിന്റെ അറ്റോമിസിറ്റി എത്രയാണ്? 5ആണ്. ഇനി CaCO3, കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യത്തിൽ ഒരു C ഒരു A, ഒരു C ഒരു O, അങ്ങനെയാണോ? അല്ല. Ca എന്ന് പറയുന്നത് ഒരു കാൽഷ്യമാണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. Ca എന്ന് പറയുന്നത് കാൽഷ്യമാണ്. അത് ഒന്നാണ്. പ്ലസ് ഒരു C എന്ന് വെച്ചാൽ ഒരു കാർബൺ പ്ലസ് 3 ഓക്സിജൻ. സോ നമുക്ക് എങ്ങനെ പറയാം? 1 + 1 + 3 അത് എത്രയാണ്? 1 + 1 + 3 എന്ന് പറയുന്നത് 5ആണ്. സോ കാൽഷ്യം കാർബണേറ്റിന്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത് എത്രയാണടാ? യെസ്, 5ആണ്. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ. HCl ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനുമാണ്. ഇവിടെ ഒരു സിയും ഒരു എല്ലും അല്ല, ഇത് Cl ആണ്, ക്ലോറൈഡ് ആണ്. ഓക്കെ, HCl 1 + 1 2 ആണ് ഇതിന്റെ അറ്റോമിസിറ്റി. ഇനി CO. എന്താണ് CO? CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ. ഒരു കാർബണും ഒരു ഓക്സിജനുമാണ്. സോ ഇതിന്റെ അറ്റോമിസിറ്റി 2 ആണ്. ഇനി O2യുടെ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എത്രയാണ്? വെരി ഗുഡ്, 2 ആണ്. H2 എത്രയാണ്? വെരി ഗുഡ്, അതും 2 ആണ്. ക്ലിയർ ആണല്ലോ അറ്റോമിസിറ്റി എന്താന്നുള്ളത്. ഓക്കെ. ഇനി മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട്. ഇതും നമ്മൾ നേരത്തെ ഒരു ലോ ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. എങ്ങനെയാണ് മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്? മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആറ്റംസ് ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓഫ് മാസിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. നോക്കിക്കേ, H2O എങ്ങനെയാണ്? ഒരു മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട് ആണ്. രണ്ട് ഡിഫറെന്റ് ആറ്റംസ് ആണുള്ളത്. ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇവിടെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ആണ്. ഇവരുടെ മാസ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ മാസ് 2ആണ്, ഓക്സിജന്റെ മാസ് 16ആണ്. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:8 എന്നുള്ള റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാട്ടർ, H2O കിട്ടുന്നത്. അതേപോലെ NH3 എത്രയാണ് മാസ് റേഷ്യോ?
14:3 ആണ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ. ഇനി അയോൺസ്. എന്താണ് അയോൺസ്? അയോൺസ് എന്ന് പറയുന്നത് അതിലൊരു മെറ്റലും ഉണ്ടാവും, ഒരു നോൺ മെറ്റൽ പാർട്ടും ഉണ്ടാവും. ഈ ചാർജ്ഡ് സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അയോൺസ് എന്ന് വിളിക്കുക. കോമ്പൗണ്ട്സ് ഓർ കോമ്പോസ്ഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആൻഡ് ദേ ഹാവിങ് എ ചാർജ്. ഓക്കെ, ഈ ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചാർജ് ഉള്ള സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അയോൺസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അവിടെ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. എന്താ വിളിക്കുക? കാറ്റയോൺ എന്നാണ് വിളിക്കുക. ഇനി നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആനിയോൺ. എന്താ വിളിക്കുക? ആനിയോൺ. ഇതെങ്ങനെ ഓർത്ത് വെക്കുക? കാറ്റയോൺ, കാറ്റയോണിന്റെ നടുവിൽ ഒരു ടി ഉണ്ട്, ഒരു കുരിശായി സങ്കല്പിക്കാം, ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് സങ്കല്പിക്കാം. സോ കാറ്റയോൺ ഈസ് ഓൾവേസ് കോൺസ്റ്റിറ്റ്യൂട്ട് വിത്ത് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ആനിയോൺ ഈസ് ഓൾവേസ് കോൺസ്റ്റിറ്റ്യൂട്ട് വിത്ത് എ നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ, സോഡിയം ക്ലോറൈഡ്, NaCl. സോഡിയം ക്ലോറൈഡ് എന്താണ്? നമ്മുടെ ടേബിൾ സോൾട്ട്, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ഉപ്പില്ലേ, അതാണ് സോഡിയം ക്ലോറൈഡ്. സോ സോഡിയം ക്ലോറൈഡ് നോക്കി കഴിഞ്ഞാൽ NaCl ആണ്. Na എന്ന് പറഞ്ഞ ഒരു മെറ്റലാണ്, സോഡിയം മെറ്റലാണ്. Cl എന്ന് പറഞ്ഞ ഒരു നോൺ മെറ്റലാണ്, ക്ലോറൈഡ് ആണ് അല്ലെ? സോ ഇവിടെ Na+ഉം Cl- ആണ് ഇവരുടെ ചാർജ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ആരാണ്? ഇവിടുത്തെ കാറ്റയോൺ ആരാണ്? യെസ്, വെരി ഗുഡ്. ഇവിടുത്തെ കാറ്റയോൺ എന്ന് പറയുന്നത് സോഡിയം ആണ്, Na+ ആണ്. ആൻഡ് ഇവിടുത്തെ ആനിയോൺ എന്ന് പറയുന്നത് Cl- ആണ്. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ZnCl2, സിങ്ക് ക്ലോറൈഡ്. ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ആരാണ്? Zn2+ ആണ്. ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് ആണ് 2Cl-. രണ്ട് ക്ലോറൈഡ് അയോണുകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? ഓൾ റൈറ്റ്. ഇനി നോക്കിക്കേടാ, നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ കാൽഷ്യം ഓക്സൈഡ്, CaO, കാൽഷ്യം ഓക്സൈഡിൽ കാൽഷ്യവും ഓക്സിജനും ആണ്. അവരുടെ മാസ് റേഷ്യോ നോക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 5:2 ആണ്. മഗ്നീഷ്യം സൾഫൈഡ് ആണെങ്കിലോ, അവിടെ മഗ്നീഷ്യവും ഉണ്ട്, സൾഫർ ആറ്റംസും 3:4 എന്നുള്ള മാസ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മഗ്നീഷ്യം സൾഫൈഡ് കിട്ടുന്നത്. ഇനി സോഡിയം ക്ലോറൈഡ് ആണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയവും ഉണ്ട്, ക്ലോറിനും ഉണ്ട് അല്ലെ? അവരെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? 23 എന്നുള്ളത് സോഡിയത്തിന്റെ മാസാണ്, 35.5 എന്നുള്ളത് നമ്മുടെ ക്ലോറിന്റെ മാസാണ്. അവർ ഈ മാസ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സോഡിയം ക്ലോറൈഡ് കിട്ടുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ എങ്ങനെയാണ് ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അയോണുകൾ എന്താന്ന് പറഞ്ഞു, അറ്റോമിസിറ്റി എന്താന്ന് പറഞ്ഞു, അറ്റോമിസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു, നമ്മൾ കുറച്ചധികം എക്സാമ്പിൾസും പറഞ്ഞു അല്ലെ? ഇനി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൾ റൈറ്റ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഓൾ റൈറ്റ്, ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? യെസ്, ഡ്രാമ ഫെസ്റ്റിവൽ എവിടെ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് 2024 എന്നുള്ളത് അല്ലേ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഓൾ റൈറ്റ്, എല്ലാവർക്കും അപ്പോൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കായിട്ട് കാണാം. അൻറ്റിൽ ടേക്ക് കെയർ, ബൈ.